നാടോ പിന്നെ അതൊക്കെ ശീലായിക്കോളൂ. അന്നെങ്കാട്ടിലെ നാടേനെ ഈ ലച്ചുപെണ്ണിന്. അമ്മേ അവിടെ ആണുങ്ങളൊന്നുമില്ലല്ലോ. അനക്ക് സൈന്യമാരെ വിശ്വാസല്ലേ? ഇവിടെ നമ്മള് പെണ്ണുങ്ങള് മാത്രമല്ലേ. എനിക്ക് മടിയായിട്ട് വയ്യ. ഈ കൊളക്കടവിലൊന്നും കുളിക്കണായിരുന്നു. നമ്മുടെ വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട്, അതിൽ വെച്ച് കുളിച്ചാ പോരായിരുന്നോ? ഇതൊക്കെ ഒരു രസല്ലേടി? ഓ വലിയ രസമൊന്നുമില്ല ചേച്ചി. ഇപ്പൊ നീ ഇങ്ങനൊക്കെ പറയും, പക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോഴേ ലൈഫിൽ ഓർക്കാൻ പറ്റിയ നല്ല നിമിഷങ്ങളാ ഇതൊക്കെ. എന്റെ സ്ഥാനത്ത് നീയും വരും, അപ്പൊ ഞാൻ ഇതുപോലെ ഇന്ന് ചിരിച്ചോളട്ടാ. അങ്ങനൊന്നും പറയില്ല എന്റെ കുട്ടിയെ. എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാവും. എല്ലാവർക്കും ഇപ്പൊ എന്നൊക്കെ പറയും. അതാവാത്തവർക്ക് അതിന്റെ സങ്കടം അറിയത്തുള്ളേ. കഥ പറച്ചിലൊക്കെ മതി. ഇനി പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നേ. ഇനി മഞ്ഞൾക്കുളി തുടങ്ങാം. മക്കൾ ഇങ്ങോട്ട് ഇരുന്നേ. ശരിയമ്മേ. അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മക്കളെ? ഇങ്ങോട്ട് ഇനി ആണുങ്ങളൊക്കെ വരുമോ? ഇല്ല മക്കളെ, നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളേ. പിന്നെ നിന്റെ അച്ഛനും ചെറിയമ്മയും സീതമ്മയും പിങ്കുമോളൊക്കെ വരും. അവര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈലു ഗസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവട്ടോ. ഒരുക്കങ്ങളൊക്കെ വേഗം തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് മാറ്റിക്കാനേ. ഇതൊരു ചെറിയ കല്യാണല്ലേ, കുഞ്ഞി കല്യാണം. എല്ലാം മുൻകൈ എടുത്ത് ചെയ്യേണ്ട ആളല്ലേ ഭവാനിയമ്മ. മഞ്ഞൾക്കോടും മഞ്ഞളും എടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ആളാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടടി. സീതി റാണി പിങ്കുമോളൊന്നും വന്നില്ലേ? അവിടെ നിറച്ച് പണിയാണ് എന്റെ പക്ഷേ. അതല്ലല്ലോ, വിരുന്നുകാരെ ഓരോരുത്തരായിട്ട് വരുവാ. എല്ലാ പെണ്ണുങ്ങളും ഇവിടെ വന്നിരുന്ന എങ്ങനെ ശരിയാവുക? ഓലിവിടെ വന്നോട്ടെ, ഞാനും ഉസി അവിടെ പോയിരിക്കാം. ഏയ് അതൊന്നും ശരിയാവില്ല. അവര് ജാനുവിനെ ഏൽപ്പിച്ചിട്ടേ രണ്ടാളും കുറച്ചിങ്ങിട്ട് വരാന്നാ പറഞ്ഞേ. നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിൽക്ക്. എന്നാ ബാലുവിന്റെ അമ്മന്റെ മഞ്ഞ ആദ്യം കുട്ടിക്ക് തേച്ചു കൊടുക്കേ. ഭവാനിയമ്മ തേച്ചോളൂ. ഇനി അതും പറഞ്ഞ് തർക്കം വേണ്ട. രണ്ട് മുത്തശ്ശിമാരും ഐശ്വര്യായിട്ടൊന്ന് തേച്ചോളൂ. ഇതാ മഞ്ഞൾ പാത്രം. എന്റെ കുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ മുത്തശ്ശിയുടെ എല്ലാ അനുഗ്രഹവും എന്റെ കുട്ടിക്ക് ഉണ്ടാവും. വാ നീലോ. അമ്മയുടെ കണ്ണെന്ന് പറഞ്ഞേക്കുന്നേ. ഒന്നുമില്ല മക്കളെ, എന്റെ കുട്ടികളൊക്കെ എത്ര പെട്ടെന്നാ വലുതാവുന്നേന്ന് ആലോചിച്ചിട്ട് ഒരു ചെറിയ സങ്കടം. ഞാനെപ്പോഴും അമ്മയുടെ ചെറിയ കുട്ടിയായിരിക്കും. നീയും ലച്ചും വിഷ്ണും കേശവും ശിവമോളൊക്കെ അമ്മയുടെ ചെറിയ മക്കളെന്നാ. എത്രയൊക്കെ വളർന്നാലും അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ കുട്ടിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവട്ടോ. ഓഷേ സൈനോ, എന്താ മക്കളെ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. നിന്റെ ബംഗാളിലെ വൃത്തികെട്ട സ്വഭാവം ഒന്നും ഇവിടെ എടുക്കരുത്. എന്റെ കെയർ ഓഫിലാ നിനക്ക് ഇവിടെ മുതലാളി പണി തന്നത്. അവസാനം നീ എനിക്കൊരു പണിയാകരുത്. നെഹി ഇപ്പൊ ഞാൻ നല്ല ആളായി. എന്റെ തറ സ്വഭാവമൊന്നും ഇപ്പൊ ഇല്ലടാ. ജൽദി കരോ ഭയ്യ. ആ പന്തലിൽ മുഴുവൻ കുറിസി ഇടണം. ജൽദി ജൽദി. ഓ ബഹുത് സുന്ദർ ഹേ. അവിടെ തന്നെ നിക്കാതെ ഇങ്ങോട്ട് കേറി വാ മക്കളെ. നിങ്ങൾ മാത്രം വന്നല്ലോ. അച്ഛനും അമ്മക്ക് എവിടെ? നെയ്ബറിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അങ്കിൾ. ഡാഡി മമ്മിയൊക്കെ അങ്ങോട്ട് പോയി. അങ്കിൾ പേടിക്കണ്ട, രാഹുലിന്റെ അമ്മയും ചേട്ടനൊക്കെ ഇപ്പൊ വരും. അവർക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ മോനെ? ചേട്ടനെ അറിയാന്നാ പറഞ്ഞേ. ഈ പിള്ളേരൊക്കെ ആരാടാ? ശിവാനിമോളുടെ കൂടെ പഠിക്കുന്നവരെ കുഞ്ഞമ്മേ. എന്നാ വല്ലാതെ അങ്ങ് അടുപ്പിക്കണ്ട. ഇപ്പോഴത്തെ പിള്ളേരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ. ഒക്കെ ലൈനാക്കി കളയും. ഒന്ന് പതുക്കെ പറയണ്ട കുഞ്ഞമ്മേ. ആ പിള്ളേര് കേട്ടാ എന്നാ വിചാരിക്കും? ഓ അവര് കേട്ടാ എനിക്കെന്നാ. മക്കളൊന്നും വിചാരിക്കണ്ടോ. പ്രായമുള്ള ആൾക്കാരല്ലേ, അവര് വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയുവാന്നേ. അതൊന്നും കുഴപ്പമില്ല അങ്കിൾ. എന്നാ മക്കളോട് നിക്കി, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാൻ പറയട്ടോ. നിന്നെ കണ്ടപ്പോഴേ ആ കളവിക്ക് കാര്യം പിടി കിട്ടിയല്ല. ആ കളവിടെ 32 പല്ലൊന്ന് കൊഴിച്ചെടുത്താലാ മിക്കവാറും അത് വെപ്പുപല്ലാവാനാണ് ചാൻസ്. ഭാവിയിൽ എനിക്കും ശിവപ്പു ഈ കളവി ഒരു പാരയാകോ? ചാൻസ് ഇല്ലാതില്ല. എടാ അവിടെ കുറച്ച് ജ്യൂസ് കൊണ്ടുകൊടുത്തേ. ഇവന്മാർക്കാണോ ജ്യൂസ് കൊണ്ടെടുക്കാൻ പറഞ്ഞേ? എടാ സായ്, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ബംഗാളിയല്ലേടാ അത്? അത് തന്നെ. അവനെന്തിനാ നമ്മളിങ്ങനെ തുറിച്ചു നോക്കണേ? അതാ എനിക്കും പിടികിട്ടാത്തെ. അവന് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ തുറിച്ചു നോക്കുന്നടാ ബംഗാളി എരപ്പാളി. സൂരജെ ചുമ്മാതിരി. അവൻ അവന്റെ ജോലി ചെയ്തു പോട്ടെ. നീ ചുമ്മാ ഫംഗ്ഷൻ കോളാക്കല്ലേ. ചെറുതായിട്ടൊക്കെ പണി കൊടുക്കണ്ടേ രാഹുലേ. ഇങ്ങോട്ട് വാടാ. ഇത് അതിനെക്കാട്ടിന് വലിയ മണ്ടൻ. എടാ അവൻ ബംഗാളിയാടാ, മലയാളം അറിയത്തില്ല. അരെ ഭയ്യാ ഇതർമേ ജാവോ എന്ന് പറഞ്ഞ പോവാനടാ തെണ്ടി. എന്നാ ആവോ. എടാ എനിക്ക് പേടിയാവണ്ടിട്ടാ. അവന്റെ മുഖത്ത് എന്താണ് ഒരു ദേഷ്യം. ടെൻഷനൊന്നും മുഖത്ത് കാണിക്കലടാ. ഭയ്യ എന്തിനങ്ങനെ തുറിച്ചു നോക്കുന്നത്? ക്രോധ് ഹിന്ദിയിൽ പറയടാ. അതിന് എനിക്ക് ഹിന്ദി അറിയണ്ടേ? നീ ചോദിക്ക്. ഇങ്ങനെ തുറിച്ചു നോക്കണ്ട. തും ജാവോ. അപ്പൊ ജ്യൂസ് വേണ്ടേ? എടാ മച്ചാ, ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയടാ. മോനെ കേശു. എന്താച്ചാ? അച്ഛനോ? അതപ്പോ എടാ ഈ ബംഗാളി ശരിക്കും ഒരു ബംഗാളി അല്ലടാ. കേശു ശിവാനിയുടെ ബ്രദർ അല്ലേ? എന്റെ ദൈവമേ, എന്റെ അളിയനെയാണല്ലോ ഞാൻ ഇത്രയും നേരം ബംഗാളി എന്ന് വിളിച്ചത്. നിന്റെ കാര്യം ഗോവിന്ദ.
ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഓടി രക്ഷപ്പെട്ടാലോ? മോനെ, പുറകുവശത്തുള്ള പണിക്കാർക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ അതൊന്നും എടുത്തു കൊടുക്കണേ. അച്ഛന് ഇത്തിരി തിരക്കണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. ആ, ആരിത് മക്കളോ? മക്കളുടെ മുഖത്തെന്തൊരു ടെൻഷൻ? എല്ലാം ഓക്കെ അല്ലേ? അച്ഛാ, ബഹുത്ത് അച്ഛാ. ജ്യൂസ് എടുത്ത് കഴിക്ക്. ആ ക്ഷീണൊക്കെ ഒന്ന് മാറട്ടെ. ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ? നന്നായിട്ട് ദാഹിക്കുന്നുണ്ടാവും. വേണ്ട അളിയാ. അളിയനാ? ഏതു വകയില്? അതല്ല, വേണ്ട അനിയാന്നാ പറഞ്ഞേ. അനിയനാ? അതേതു വകയില്? സോറി ചേട്ടാ, പറ്റിപ്പോയതാ. ക്ഷമിച്ചേക്ക്, ഞങ്ങൾ അറിയാതെ. സുല്ല് സുല്ല്, ഞങ്ങൾ ഇനി ഒന്നിനും അങ്ങോട്ട് വരത്തില്ലേ? അവിടെ തന്നെ നിക്കുവാണോ? അവിടെ കസേര കെട്ടിട്ടുണ്ട്, അതിൽ പോയിരിക്കും മക്കളെ. വാടാ വാടാ, നമുക്ക് വേഗം മുങ്ങാം. ഹലോ, where are you going? ജൂലി, എനിക്കും കല്ലുവിനും അർജന്റായിട്ട് ഒരാളെ കാണാനുണ്ട്. എന്നാ ഞങ്ങളും വരാം. No, 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 അത് വേണ്ട മോളൂ. നിങ്ങൾ വന്നാലേ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. What കാര്യം ആന്റി? അത് പിന്നെ ലില്ലി കൊച്ചി, നമ്മുടെ വീട്ടിൽ ഒരു നെയിമിംഗ് സെറമണി ഫംഗ്ഷൻ നടക്കാൻ പോവല്ലേ? ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനേ ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ വരുന്നതാ. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സൂസു ആന്റി കല്ലു വേഗം വരാട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാ മതി. പിങ്കി മോളെ, അവരൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ നോക്കിക്കോളാം, ആന്റി പോയിക്കോ. ഈ കല്ലു അന്തം വിട്ടു നിൽക്കാതെ വേഗം അങ്ങ് പോര്. അവരെങ്ങാനും നമ്മുടെ കൂടെ വന്നാലേ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കത്തില്ല. ഓക്കേ മമ്മി. മുത്തശ്ശി, ഞങ്ങൾക്ക് മഞ്ഞ തേക്കണം. ആദ്യം മുതിർന്നവർ തേക്കട്ടെ, എന്നിട്ട് കുട്ടികൾക്ക് തേക്കാട്ടോ. മമ്മി, മോളു, ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഓ ഷിറ്റ്, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ ലോക്കൽ കൺട്രീസിനെ കാണുന്നേ. ഓ, അവരുടെ സന്തോഷം കാണുമ്പോ എന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞു കേറി വരുവാ. മമ്മി, നമുക്ക് അവരുടെ മഞ്ഞൾപ്പൊടി കൊളാക്കി കൊടുത്താലോ? എനിക്കും ആഗ്രഹമുണ്ട് മോളു, ബട്ട് നമുക്ക് അതിനേക്കാൾ വലിയൊരു കാര്യം നടത്തിയെടുക്കാനുണ്ട്. അല്ലെങ്കിൽ കൊള മാറ്റി പോവായിരുന്നു. ആ പാറക്കുട്ടിയുടെ ചിരി കാണുമ്പോ എനിക്ക് ദേഷ്യം വരുമോ മമ്മി? കൂൾ കല്ലു, കൂൾ. ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. നമുക്ക് വേഗം പോവാം മമ്മി. ഈ കൊളക്കടവിലേക്ക് തന്നെയാണോ ആ സ്വാമിജി വരാൻ പറഞ്ഞേ? യെസ്, ഇവിടെ ആകെ ഒരു കൊളക്കടവ് മാത്രമേ ഉള്ളൂ. മമ്മി, ഒരു ശൂശു ശബ്ദം. ഇനി വല്ല സ്നേക്ക് ആയിരിക്കോ? പേടിപ്പിക്കല മോളു. ഇത് ഞാനാ, ഗോവിന്ദചാമി. ഗോവിന്ദചാമി, സാധനം എവിടെ? അതൊക്കെ എന്റെ കയ്യിൽ ഭദ്രായിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കാതെ എന്റെ കൂടെ പോരൂ. വേഗാവട്ടെ. സ്വാമിജി, ആരുമില്ലാത്ത സ്ഥലം പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ മൊത്തം ആൾക്കാരാണല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. അതാ സൂസു മേഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. പതിയെ സംസാരിച്ചാ മതി, ആരും കേൾക്കണ്ട. ശരി സ്വാമിജി. ആ ഔഷധ മരുന്ന് കഴിച്ചിട്ട് വേണം എനിക്ക് ഐശ്വര്യനെ കൂടുതൽ സുന്ദരിയാവാൻ. എന്നിട്ട് വേണം എനിക്ക് പാറക്കുട്ടിന്റെയും ഫ്രണ്ട്സിന്റെ മുന്നിൽ ഒന്ന് മെയിൻ ആവാൻ. ടിക്കറ്റിക്ക വലിയവരൊക്കെ കഴിഞ്ഞില്ലേ, ഇനി കുട്ടിയോട് തേക്കട്ടെ. അല്ല ഭവാനിയമ്മേ? അതെ അതെ. ചേച്ചി, ഈ മഞ്ഞൾ മൊത്തം തലയിൽ കൂടെ ഞാൻ കമിഴ്ത്തട്ടെ? എന്നാ നിന്നെ ഞാൻ കമിഴ്ത്തും. അയ്യോ, എന്നാ വേണ്ട. എല്ലാരും ഓടി വാ. ഞങ്ങൾ വന്നേ. എല്ലാരും കൈ നിറയെ മഞ്ഞൾ എടുത്തോ. ഓക്കേ. നിങ്ങൾ എല്ലാരും കൂടി എന്താ ചെയ്യാൻ പോണേ? കുറച്ച് തേച്ചാ മതിട്ടോ. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം ചേച്ചി. അമ്മേ, ഇതില് ഞാനില്ലേ? എന്നാ തുടങ്ങിക്കോ. ദേഹം മൊത്തം മഞ്ഞളാക്കിയല്ലേ പിള്ളേര്. മോളെ, ആ കുളത്തിൽ ഇറങ്ങിട്ടൊന്ന് കുളിച്ചു വാ. ശരി അമ്മ. എന്നാ കുളത്തിലേക്ക് ഞാൻ തന്നെ ആദ്യം ചാടാൻ പോവാ. മക്കളെ സൂക്ഷിച്ച്. ജൽദി ആവോ. ഇവിടുത്തെ കസേരകളൊക്കെ നീ ഒതുക്കി ഒതുക്കി വെക്കണം. ഞാൻ അവിടുത്തെ കസേരകളൊക്കെ ഒതുക്കി ഒതുക്കി വെക്കാം. തും സംജാ? സംജാ സംജാ. ഇതിലും ഭേദം ജയിലായിരുന്നു. ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ലല്ലോ. ദാ വരുന്നു എന്റെ എന്റർടൈൻമെന്റ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ശിവാനി എവിടെയെന്ന് ആരോടൊന്നും ചോദിക്കുക. ബഹുത് സുന്ദർ ഹേ. ഡേഡി, ഒരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിയോട് ചോദിക്കാം. ശിവാനി മോളെ ഫ്രണ്ട്സ് ആണോ? ബഹുത് സുന്ദർ ഹേ. റീന, വിജി അല്ലേ? ചേച്ചിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായേ? നിങ്ങളെ കുറിച്ച് പറയാനേ ശിവമോൾക്ക് നേരമുള്ളൂ. നിങ്ങളുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടേ, അതാ പെട്ടെന്ന് മനസ്സിലായേ. എന്നിട്ട് അവളെവിടെ ചേച്ചി? അവള് കുളക്കടവിലുണ്ടേ. മഞ്ഞൾക്കുടിയുടെ ഒരുക്കത്തിലാണേ. ദേ അപ്പുറത്തെ കുളം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ. വേറെ ആരും വന്നിട്ടില്ലേ ചേച്ചി? ആ, വന്നിട്ടുണ്ടല്ലോ. സൂരജും സായി രാഹുലും വന്നിട്ടുണ്ട്. എന്റെ രാഹുലോ? മഞ്ഞൾക്കുടി ഇപ്പൊ കഴിയൂട്ടോ. ഇപ്പൊ പോയാലേ കാണാൻ പറ്റൂ. മക്കൾക്ക് ജ്യൂസ് എടുത്ത് വരാട്ടോ. ഇപ്പൊ വേണ്ട ചേച്ചി, പിന്നെ കുടിച്ചോളാം. എടി, മഞ്ഞൾക്കുളി പോലത്തെ ട്രഡീഷണൽ പരിപാടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്കൊന്ന് പോയി കണ്ടാലോ? ശിവാനിയുടെ മഞ്ഞൾക്കുളിക്ക് ആർക്ക് കാണണം? എനിക്ക് എന്റെ രാഹുലിനെ കണ്ടാ മതി. എന്നാ എനിക്കും. ശിവാനിയുടെ മഞ്ഞൾക്കുളിയോ?